ഹായ്, നമ്മളെന്നും വീട്ടിൽ തയ്യാറാക്കുന്ന ഈ കറി വളരെ ഈസി ആയിട്ട് നമുക്ക് കുക്കറിൽ 3 വിസിൽ വരുന്ന സമയം മാത്രം മതി വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് പച്ചക്കറി എന്ത് വേണമെങ്കിലും ചേർക്കാം, നമ്മുടെ കൈവശമുള്ള എന്ത് പച്ചക്കറിയും ചേർക്കാം. അതിനുവേണ്ടി ഞാനൊരു കുക്കറാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ഈ കുക്കറിലേക്ക് ഒരു പിടി പരിപ്പും അതുപോലെ ചെറിയ ഉള്ളിയും നല്ലോണം വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് വെള്ളരിക്ക, അതായത് വെള്ളരിക്ക നല്ല വലിപ്പത്തിലാണ് ഞാൻ കഷ്ണങ്ങളാക്കിയിട്ടുള്ളത്, അതും കൂടെ ഇട്ട് കൊടുക്കാം. വഴുതനങ്ങി അതുപോലെ തന്നെ നല്ല വലിപ്പത്തിൽ തന്നെയാണ് ഞാൻ നല്ല കട്ടിയായിട്ടാണ് മുറിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൂടെ ചേർത്ത് കൊടുത്തു. ഒരു 5-6 വെണ്ട, അതായത് വെണ്ടയ്ക്ക ഞാനിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി മുരിങ്ങക്കോല്. അടുത്തതായി നമുക്കിതിലേക്ക് ഒരു ക്യാരറ്റ് കട്ട് ചെയ്തതും ഉരുളക്കിഴങ്ങാണ് ഞാനടുത്ത് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നത്. ചേമ്പിൻ കിഴങ്ങിന് പകരമാണ് ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുള്ളത്. ഇനി 2-3 പീസ് അമരക്കയും അതുപോലെ തന്നെ 4-5 പച്ചമുളകും ചേർത്തു. ഒരു തക്കാളിയും കട്ട് ചെയ്തു. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കാനുള്ളത് വാളൻപുളിയാണ്. നമുക്ക് വാളൻപുളി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ സമയം തന്നെ നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ കഷ്ണങ്ങളെല്ലാം പിടിച്ചു കിട്ടും. ആവശ്യത്തിന് ഉപ്പുകൂടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ചേർത്തതിന് ശേഷം ഇത് കുക്കാവാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കണം. വെള്ളം കൂടെ ഒഴിച്ച് നമുക്കിത് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം. വെറും 3 വിസിൽ മാത്രം മതിയാവും. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല കൊഴുത്ത ചാറോട് കൂടിയ ഒരു അടിപൊളി സാമ്പാറാണ് നമ്മളിന്ന് തയ്യാറാക്കുന്നത്. അപ്പം ഇവിടെ ഫസ്റ്റ് വിസിൽ വന്നിട്ടുണ്ട്, സെക്കൻഡും വന്നു, തേർഡും വന്നു. അപ്പം നിങ്ങളുടെ കുക്കറിൽ എത്രയാണോ വേവ് അതനുസരിച്ച് കുക്ക് ചെയ്യുക. എൻ്റെ ഈ കുക്കറിൽ 3 വിസിലായപ്പോഴേക്കും കഷ്ണങ്ങളെല്ലാം നല്ലോണം ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്, നല്ലോണം കുക്കായി. ഇത്രയും മതി. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായ പൊടികളാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ മറ്റ് പാത്രങ്ങളിലൊന്നും തന്നെ ഇത് ഒഴിച്ച് മാറ്റുന്നില്ല, കുക്കറിൽ വെച്ച് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും എരിവിനാവശ്യമായ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 2 സ്പൂണോളം മല്ലിപ്പൊടിയാണ് അടുത്ത് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് ആവശ്യമായ കായം കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കായത്തിൻ്റെ പൊടിയാണ് എടുത്തിട്ടുള്ളത്, അതുകൂടെ ചേർത്ത് കൊടുക്കാം. നല്ലവണ്ണം ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നന്നായി വറുത്ത് പൊടിച്ച് വെച്ചിട്ടുള്ള ഉലുവയാണ് ഞാൻ അടുത്ത് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഉലുവാപ്പൊടി കൂടി ചേർത്തു. ഇതിനി ഇളക്കി യോജിപ്പിച്ച് നമുക്ക് ഒന്നുകൂടി ഒന്ന് ചൂടാക്കി എടുക്കണം. ഇപ്പോൾ ഇത് ഒരുപാട് കട്ടിയാണല്ലേ, അപ്പോൾ അതിന് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് ഞാനൊന്ന് ലൂസാക്കി എടുക്കുന്നുണ്ട്. ഇത്രയും മതി. വളരെ ടേസ്റ്റിയായ നമ്മുടെ സദ്യയിലൊക്കെ വിളമ്പുന്ന കൊഴുത്ത ചാറോടുകൂടിയ ഒരു അടിപൊളി സാമ്പാറാണ്. അപ്പോൾ ഇപ്പോൾ തന്നെ നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം, എന്നാലേ അതിൻ്റെ ഫ്ലേവർ കൂടി നമ്മുടെ സാമ്പാറിൽ ഇറങ്ങി കിട്ടുള്ളൂ. നമ്മുടെ സാമ്പാർ ചൂടായി കിട്ടിയിട്ടുണ്ട്, തിളയൊക്കെ വന്നിട്ടുണ്ട്. ഇത്രയൊക്കെ മതിയാവും. കണ്ടില്ലേ, കാണുമ്പോൾ തന്നെ അറിയാം നല്ല കൊഴുത്ത ചാറോട് കൂടിയ ഒരു അടിപൊളി സാമ്പാറാണെന്ന്. ഇത് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു മാറ്റാം. ഇതിലേക്ക് നമുക്കിനി കടുക് താളിക്കാനുണ്ട്. അപ്പോൾ നമുക്ക് അതിന് വേണ്ടി ഒരു പാൻ എടുത്ത് അടുപ്പത്ത് വയ്ക്കാം. ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടായതിന് ശേഷം കടുകിട്ടു. ഒരു ഉണക്കമുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് താളിച്ചെടുക്കാം. അപ്പോൾ വളരെ പെട്ടെന്ന് നമുക്ക് കുക്കറിൽ 3 വിസിൽ കേൾക്കുന്ന സമയം കൊണ്ട് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന കൊഴുത്ത ചാറോടുകൂടിയ അടിപൊളി സാമ്പാർ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നു. ഇഷ്ടപ്പെട്ടാൽ ദേവീസ് പ്ലാൻ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ബട്ടൺ ടച്ച് ചെയ്ത് ചെറിയൊരു പ്രോത്സാഹനം തരാനും മറക്കരുത്. എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഇപ്പോൾ വർക്കിംഗ് ലേഡീസിനായാലും പെട്ടെന്ന് രാവിലെ തന്നെ ധൃതി പിടിച്ച് നിൽക്കുന്ന വീട്ടമ്മമാർക്കും വളരെ പെട്ടെന്ന് തയ്യാറാക്കാമെന്ന ഒരു ഹെൽപ്ഫുള്ളായ ഒരു വീഡിയോ ആണ്. ഒരല്പം മല്ലിയില കൂടി ചേർത്ത് നമുക്കിതൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്നു. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു.